ഹബീബേട്ടനാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ടൂ വീലറിലാണ് അദ്ദേഹം ഈ ഗ്രാമഫോൺ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിൽക്കുന്നത്. ഞാൻ തിരുവനന്തപുരം വരെ പോകും, പാലക്കാട് പോകും. ഓക്കെ ഓക്കെ. ശരിക്കും ഈ ഗ്രാമഫോൺ ഇത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇത് 10 വെക്കാം അതിനകത്ത്. ആണോ? 100 വർഷം പഴക്കമുള്ള ഡിസ്കായി. ഇത് നമുക്ക് വെള്ളത്തിട്ട് കഴുകാം, ചള്ളകത്തില്ല. താഴെ വീണ പൊട്ടിപ്പോകും. എത്രത്തോളം പാട്ട്? 2 പാട്ടേ ഉള്ളൂ. അത് എങ്ങനെ കേട്ടി ആലോചിച്ചാൽ 100 വർഷമായി. അന്ന് കറണ്ട് ഒന്നും ഇല്ലല്ലോ. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സും കണ്ണും കൂടെ അങ്ങ് നിറഞ്ഞു പോവുക. പഴയ കാലത്തെ ഈ ഒരു ഓർമ്മകള് അദ്ദേഹം ടൂ വീലറിൽ കൊണ്ട് നടക്കുകയാണ്. ഇത് പഴയ മിഷ്യനാണ്. പെട്ടി പുതിയതായിട്ട് ഗുജറാത്തിൽ നിന്ന് ഉണ്ടാക്കി വരുന്നത്. ഇവിടെ ഉണ്ടാക്കുമ്പോൾ മുതലാകത്തില്ല. നമ്മളിപ്പോ ഇത് വിൽക്കുന്നത് 4000 രൂപയ്ക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യാത്രക്കിടയിൽ കണ്ട വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരാണ്. ഇവിടെ കോട്ടയത്ത് നിന്നും ഒരാൾ ടൂ വീലറിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചില ഉപകരണങ്ങൾ, അതായത് ഗ്രാമഫോൺ, അതോടൊപ്പം ടൈമർ, ബൈനോക്കുലർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്റ്റെതസ്കോപ്പ്, പഴയകാല ടെലിഫോൺ ഒക്കെ കൊണ്ട് ഒരു വണ്ടിയിലാക്കി, അതായത് ടൂ വീലറിലാക്കി അദ്ദേഹം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കോട്ടയത്ത് നിന്ന് വരുന്നെന്ന് അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ പൊരിവെയിലത്ത് അദ്ദേഹം എത്ര ദൂരമാണ് യാത്ര ചെയ്യുന്നത് തൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കളുമൊക്കെ ആയിട്ട്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. ശരിക്കും ഇതൊക്കെ ഒരു ഷോപ്പിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളല്ലേ ചേട്ടാ? ചേട്ടന്റെ പേരെന്താ? ഹബീബേട്ടനെ. ഹബീബേട്ടനെ എല്ലാവർക്കും അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ചാനലിൽ നിന്നും അതൊക്കെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന് പരിചിതനാണ്. ശരിക്കും ഈ ടൂ വീലറിൽ ഇങ്ങനെ യാത്ര ചെയ്യണം. രാവിലെ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയതല്ലേ? ഞാൻ തിരുവനന്തപുരം വരെ പോകും, പാലക്കാട് പോകും. ഓക്കെ ഓക്കെ. ശരിക്കും ഈ ഗ്രാമഫോൺ ഇത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? 10 വെക്കാം അതിനകത്ത്. ആണോ? ഊരി വെക്കാം. ഇതിപ്പോ കുറവാണ്. ശരിക്കും ഇതിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടാണോ പോണേ? പാട്ട് കേട്ടല്ല, ഞാൻ പാട്ട് കേൾക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ വരുന്ന സമയത്ത് ആൾക്കാർ വരുമ്പോൾ പാട്ട് കേൾപ്പിച്ച് വെക്കും. ഈ ഇതൊക്കെ മേടിക്കാനും ആൾക്കാരുണ്ട് ഒരുപാട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണം, അല്ലെങ്കിൽ പഴയത് തന്നെയാണോ? ഇത് പഴയ മിഷ്യനാണ്. പെട്ടി പുതിയതായിട്ട് ഗുജറാത്തിൽ നിന്ന് ഉണ്ടാക്കി വരുന്നത്. ഇവിടെ ഉണ്ടാക്കുമ്പോൾ മുതലാകത്തില്ല. നമ്മളിപ്പോ ഇത് വിൽക്കുന്നത് 4000 രൂപയ്ക്ക്. അപ്പൊ ഈ 4000 രൂപയ്ക്ക് ഒരു കടക്കാരൻ വിൽക്കത്തില്ല. 4000 രൂപയ്ക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല. ഡിസ്കൊക്കെ ആണെങ്കിൽ 100 വർഷം പഴക്കമുണ്ട്. അത് 1000 രൂപ വിലയുള്ള. ഞാൻ എന്റെ കൂടുതൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പാട്ട് കേൾപ്പിച്ചാ കൊടുക്കുന്നത്. 100 വർഷം പഴക്കമുള്ള ഡിസ്കായി. ഇത് നമുക്ക് വെള്ളത്തിട്ട് കഴുകാം, ചള്ളകത്തില്ല. താഴെ വീണ പൊട്ടിപ്പോകും. 2 പാട്ടേ ഉള്ളൂ. അത് എങ്ങനെ കേട്ടി ആലോചിച്ചാൽ 100 വർഷമായി. അന്ന് കറണ്ട് ഒന്നും ഇല്ലല്ലോ. 100 വർഷം മുമ്പ് ഈ ഡിസ്കിൽ എങ്ങനെയായിരിക്കും 2 പാട്ട് ഉൾക്കൊണ്ടത്, അല്ലെങ്കിൽ 2 പാട്ട് എങ്ങനെയായിരിക്കും കയറ്റിയത്? ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. 1 2 വർഷമല്ല, 100 വർഷം മുമ്പ്. ഇനിയും 100 വർഷം കിടക്കും, കേടാകത്തില്ല. നമുക്ക് വെള്ളത്തിട്ട് ചകിരിയിട്ട് കഴുകാം. ആണോ? ആഹാ. ഓക്കെ ഓക്കെ. ഓറിൽ വീണാലും പാട്ട് കേൾക്കും. അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ശരിക്കും. അരക്കാണ്, കോലരക്കാണ്. താഴെ വീണാ പൊട്ടി പോകും, ഇല്ലെങ്കിൽ ഇരുന്നോളൂ. ആണോ? താഴെ വീഴാതെ സ്മൂത്തായിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എത്ര വില കൊടുത്ത് വേണമെങ്കിലും ആളുകൾ മേടിക്കും. നമുക്ക് അങ്ങനെ ആരെയും ഒന്നും മേടിക്കത്തില്ല. ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 10,000 മേടിക്കുന്നുണ്ട്. കടകളിലൊക്കെ ആന്റി ഷോപ്പിൽ മേടിക്കുന്നുണ്ട്. ശരിക്കും ഇത് 4000 രൂപയ്ക്കാണ് ചേട്ടാ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ വലുതും ചെറുതൊക്കെ ഉണ്ടല്ലേ? കണ്ടോ? ഇത് 1 2 3 4 സാധനങ്ങളുണ്ട്. അത് മാത്രമല്ല നമ്മുടെ പഴയ റേഡിയോ കണ്ടോ? ഈ റേഡിയോ ഉണ്ടോ നിങ്ങള്? പഴയ വാൽവ് റേഡിയോ ആണിത്. റേഡിയോ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമഫോണുണ്ട്. ഈ ഗ്രാമഫോണിലൂടെയൊക്കെ പാട്ട് കേൾക്കുന്ന പഴയ ഒരു ഫീലും പണ്ടത്തെ ആ നൊസ്റ്റാൾജിയൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. അതോടൊപ്പം ടൈമർ. ഈ ടൈമർ നിങ്ങൾക്ക് അറിയാലോ. ഈ ടൈമർ ഇതിൽ കോമ്പസ് ആണുള്ളത്. ഇതിൽ കോമ്പസും കൂടി ടൈമറാണ്. ഇത് 5 മിനിറ്റിൻ്റെത്. ഇത് എത്ര മിനിറ്റാ? അല്ല, ഇത് ഇത്ര 5 മിനിറ്റ് ആണ്. ഇത് 3 മിനിറ്റ്. അപ്പൊ നമുക്ക് നാഴിക, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ക്ലോക്ക് ഇല്ലാതിരുന്ന സമയത്ത് ഇത് വെച്ചിട്ടാണ്, അതായത് ഈ ടൈമർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ടൈമർ ഉപയോഗിച്ചാണ് സമയം പോലും കണക്കിലാക്കിയിരുന്നത്. പിന്നെ നോക്കൂ, നമ്മുടെ പഴയകാല റിംഗ് ഫോൺ ഉണ്ടോ? ഈ ഫോണൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാണാനുണ്ടോ? അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ മണ്ണെണ്ണ വിളക്ക്. ഇത് കണ്ടോ? മണ്ണെണ്ണ കിട്ടാനില്ല, പക്ഷെ ഈ സംഭവം എപ്പോഴും ഉണ്ട് കേട്ടോ. നല്ല ചെമ്പാണല്ലേ? ചെമ്പില്. അതോടൊപ്പം ബൈനോക്കുലർ. പിന്നെ ഇതുപോലെ തന്നെ കോമ്പസ് ഉണ്ടോ? ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ കോമ്പസിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ?
ഇത് പണ്ട് സൂര്യപ്രകാശത്തിൽ നിഴലടിച്ചിട്ടാണ് ടൈം വരുന്നത്. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ നിഴലടിക്കും. ടൈം എത്രയെന്ന് കറക്റ്റ് അറിയാം. പിന്നെ ഇതിനകത്ത് കോമ്പസ് ഉണ്ട്. ഈ കോമ്പസ് ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ കോമ്പസ് വർക്കാവും. ഇവിടെ നക്കി കൊടുക്കും. വേണ്ട എന്ത് ചെയ്തു അതിങ്ങനെ പൊക്കി വെക്കാം. കണ്ടോ, ഇത് കോമ്പേ ഇപ്പൊ കോമ്പസ് വർക്കായി. കണ്ടോ, ഇതാണ് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്താണ് അനങ്ങത്തില്ല. നമ്മള് ഈ ട്രഡീഷണൽ ലുക്കിലുള്ള വീടൊക്കെ ഉണ്ടാക്കുന്നവരെ അവര് മേടിച്ചു വെക്കും അല്ലേ? പുതിയ വീട്ടിലൊക്കെ വെച്ച ഷോ അല്ലേ? അതെ അതെ. അപ്പോ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സും കണ്ണും കൂടെ അങ്ങ് നിറഞ്ഞു പോവുക. പഴയ കാലത്തെ ഈ ഒരു ഓർമ്മകള്. അദ്ദേഹം 2 വീലറിൽ കൊണ്ട് നടക്കുകയാണ്. 30 വർഷമായി. 30 വർഷമായി കേരളം മൊത്തം ബൈക്കില്ല. ആണോ? കേരളത്തിൽ ഇദ്ദേഹം പോകാത്ത സ്ഥലം ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വടക്കൻ ജില്ലകളിലോട്ടൊക്കെ ഒരുപാട് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, ഒരുപാട് സെയിൽ ഉണ്ടാവും. എവിടെ നിന്നല്ല, എല്ലായിടത്തും ഇത് ഇഷ്ടമുള്ളവരുണ്ട്. ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ഈ ചേട്ടനെ ഒന്ന് കണ്ടാൽ മതി. നമ്മുടെ ചേട്ടന്റെ പേര് ഹബീബ് അല്ലേ? ഹബീബ് ചേട്ടനാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 2 വീലറിലാണ് അദ്ദേഹം ഈ ഗ്രാമഫോൺ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും ഈ ഒരു വിൽപ്പന എന്ന് പറയുന്നത്. പഴയകാല ഓർമ്മകളൊക്കെ തന്നെ അയവിറക്കുന്ന ഈ ഒരു ഉപകരണവുമായിട്ട് അദ്ദേഹം MC റോഡിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിജുവൻ.